എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുരളി ഗോപി DC ബുക്സുമായി ചേർന്ന് ലൂസിഫർ സിനിമയുടെ സ്ക്രിപ്റ്റ് ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുരളി ഗോപി വന്നപ്പോൾ എമ്പുരാൻ സിനിമയുടെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ സിനിമ ഒരിക്കലും ഒരു സീക്വലല്ല, അതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫ്രാഞ്ചൈസിയിലുള്ള ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമാണ് എമ്പുരാൻ. ഇപ്പോൾ ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫൻ്റെ ഒരു ലൈഫും കാര്യങ്ങളുമാണ് കണ്ടെങ്കിൽ എമ്പുരാനിൽ ഖുറേഷി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. ലൂസിഫറിൽ ഭൂരിഭാഗം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലൈഫാണ്, അതുകൊണ്ട് ആ ഒരു സിനിമ ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് നമുക്ക് കരുതാം. അതുപോലെ എമ്പുരാനും ഖുറേഷി എബ്രഹാമിൻ്റെ ആ ഒരു ലൈഫ് കാണിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ മാത്രം ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം. എന്തായാലും സിനിമയുടെ ടീസർ കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. ആശീർവാദും ലൈകയും ഒരുപാട് ഓൺലൈൻ ബ്രാൻഡ്സുമായിട്ട് കൊളാബൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ 1xBet ഒക്കെ കാണുന്നുണ്ട്. ഇറങ്ങുന്ന പടങ്ങളുടെ HD ഫയൽസൊക്കെ പെട്ടെന്ന് ഇറക്കുന്ന ടീംസാണ് അവർ. എമ്പുരാനിലൊന്നും അങ്ങനെ വരാതിരിക്കട്ടെ. പിന്നെ എമ്പുരാൻ സിനിമയുടെ ടീസർ ലോഞ്ച് കൊച്ചിയിലെ ലീമേഡിയൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. നാളെ വൈകിട്ട് 6 മണിയോട് കൂടി എമ്പുരാൻ സിനിമയുടെ ടീസർ ലോഞ്ചിൻ്റെ ഫംഗ്ഷൻ തുടങ്ങും. ലൈവായിട്ട് ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രീമിയർ ലിങ്ക് അവർ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ അവസാന ചിത്രമായ L3 ഉണ്ടാകുമെന്നും മുരളി ഗോപി കൺഫേം ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ ടീസർ ഇറങ്ങിയതിനു ശേഷം നാളെ രാത്രി 10 മണിക്ക് മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് നടത്തുന്ന സ്പെഷ്യൽ എക്സ്പ്രസിൽ എമ്പുരാൻ സിനിമയുടെ ടീം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ടീസർ വന്നതിന് ശേഷം ടീസറിൻ്റെ ഡീകോഡിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ടീസർ വരട്ടെ. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.